തീ പിടിച്ച വെയിലിനിടയിൽ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ഈ ജാഥയെ സ്വീകരിക്കാൻ ഇതുപോലെ ചവറയിലെ എന്ന പോലെ എല്ലായിടത്തും എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജാഥയുടെ പ്രയാണം 2 ദിവസവും കൂടെ കഴിഞ്ഞാൽ അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്തെ 2 ദിവസത്തെ പര്യടനം കഴിയുമ്പോൾ ഇന്ന് കൊല്ലത്ത് നിന്നും യാത്ര പറയുന്ന ഈ ജാഥ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് ഈ ജാഥ തുടങ്ങിയത്. പടിപടിയായി ഒരു അരുവി പുഴയായി വലുതായി വലിയൊരു പ്രവാഹമായി സമുദ്രത്തിലേക്ക് കുതിക്കുന്നത് പോലെ വി.ഡി. സതീശൻ നയിച്ച ഈ പുതിയുഗ യാത്ര എല്ലാ രാഷ്ട്രീയ മാലിന്യങ്ങളെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു മഹാപ്രവാഹമായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. ഈ ജാഥയിലുടനീളം ജനങ്ങളുടെ മുഖത്തു നിന്നും ഞങ്ങൾ വായിച്ചെടുത്ത ഏറ്റവും ലളിതമായ രാഷ്ട്രീയ സന്ദേശം ഇതാണ്: പിണറായി ഭരണം മതിയായി, ഒരു പുതിയ UDF ഭരണത്തിൻ്റെ സമയമായി, അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ശാന്തമായും ശബ്ദായമാനമായും രീതിയിൽ ഞങ്ങളുടെ മുഖത്ത് കണ്ട ജനങ്ങളുടെ മുഖത്ത് കണ്ട സന്ദേശം. ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്നും വളരെ വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചവറ ഒരു പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ചവറയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന UDFൻ്റെ പ്രവർത്തകർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എങ്കിൽ പോലും ചിലർക്കെങ്കിലും ചില മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർക്കോ സംശയമുണ്ടായിരിക്കാം, UDF അധികാരത്തിൽ വരുമോ? അവരോട് മാത്രമായി ഞാൻ പറയട്ടെ, UDF അധികാരത്തിൽ വരും. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പരീക്ഷകളിലും മുഴുവൻ A+ വാങ്ങിയ ഏതെങ്കിലും മുന്നണിയുണ്ടെങ്കിൽ അത് UDF മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, പാലക്കാട്, നിലമ്പൂരിൽ, ചേലക്കരയിൽ. ഇതിൽ ചേലക്കരയിൽ മാത്രം നാം പരാജയപ്പെട്ടുവെങ്കിൽ പോലും അവിടെ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊട്ടു മുൻപ് ലഭിച്ച വോട്ട് 20,000 വോട്ട് കുറഞ്ഞ് നാം നമ്മുടെ നില മെച്ചപ്പെടുത്തി. തൃക്കാക്കരയിലും നിലമ്പൂരിലും അതുപോലെ തന്നെ പാലക്കാടും പുതുപ്പള്ളിയിലും നമ്മുടെ ഭൂരിപക്ഷം എപ്പോഴും 5 അക്കത്തിലായിരുന്നു. 500-നോ 1000-നോ 1300-നോ അല്ല നാം ജയിച്ചത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടിയുടെ ഓമനപുത്രൻ ജയിച്ചത് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് ജയിച്ചത്. പാലക്കാട് നമ്മുടെ ഭൂരിപക്ഷം 18,000 ആയിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ജയിച്ചത് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം A+ നേടിയ UDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിവ് പോലെ അതിൻ്റെ സ്ഥിതി വളരെ മെച്ചപ്പെടുത്തി. ശ്രീകണ്ഠൻ ഇവിടെയുണ്ട്. അദ്ദേഹം ആദ്യം 8,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് 10,000 കടന്ന് ലക്ഷങ്ങളിലേക്ക് കടന്നുപോയ ഒരു ഭൂരിപക്ഷമാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം 8 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഭാരതപ്പുഴയ്ക്ക് വടക്കുള്ള എല്ലാ മണ്ഡലങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന മലബാറിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 8 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. കണ്ണൂരാണല്ലോ CPM-ന്റെ കോട്ടയായി അറിയപ്പെടുന്നത്. നമ്മുടെ പിണറായി വിജയന്റെ മണ്ഡലം എവിടെയാണ്? എത്രയാണ് പിണറായി വിജയന്റെ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷം എന്ന് നിങ്ങൾക്കറിയാമോ? സുധാകരനും MV ജയരാജനും തമ്മിൽ മത്സരിച്ചപ്പോൾ
45,000 വോട്ടിന് പിണറായി വിജയൻ ജയിച്ച ആ ധർമ്മടത്തിൽ എത്രയാണ് MP ജയരാജൻ ലീഡ് ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയാമോ? 2,000 വോട്ടിന്. ശൈലജ ജയിച്ച 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മട്ടന്നൂരിൽ 3,000 വോട്ടിനാണ് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, നമ്മുടെ കെ സുധാകരൻ MP അദ്ദേഹം വോട്ടെണ്ണുന്ന ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, വോട്ടെണ്ണിയത് മതി, എനിക്ക് 1.5 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയും എണ്ണിയാൽ ധർമ്മടത്തും അവർ തോറ്റുപോകും എന്ന് പറഞ്ഞതുകൊണ്ട് വോട്ടെണ്ണൽ നിർത്തിവെച്ചതാണ് എന്ന് തമാശയായി ഞാൻ പറയാറുണ്ട്. വടകര എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കോട്ടയായിരുന്നു. വടകരയിൽ എന്താണ് സ്ഥിതി? വടകരയിലും ലക്ഷങ്ങളുടെ അപ്പുറത്താണ്. നിങ്ങളുടെ കൊല്ലത്ത് നിന്നും നമ്മുടെ ഉണ്ണിച്ച എന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മാറ്റി, രാജ്മോഹനല്ല, ഉണ്ണിച്ച എന്ന് വെച്ചാൽ ഉണ്ണിയേട്ടൻ എന്നാണ് കാസർഗോഡ് അർത്ഥം. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരിക്കലും തോൽക്കാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ കോട്ട എന്നാണ് ഇടതുമുന്നണി പറഞ്ഞതെങ്കിൽ ഈ 2 തെരഞ്ഞെടുപ്പിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് തൂത്തുവാരി ജയിച്ചത് കൊല്ലത്തെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്ക് കൂടി അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും പഞ്ചായത്തുകളിൽ LDFിനെ, കോർപ്പറേഷനുകൾ LDFിനെ, മുനിസിപ്പാലിറ്റികളും ബ്ലോക്കും അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. ജില്ലാ പഞ്ചായത്തുകൾ ഞങ്ങൾ തൂത്തുവാരും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്താണ് സ്ഥിതി? 943 പഞ്ചായത്തുകൾ ഉള്ളതിൽ 525 പഞ്ചായത്തുകളിലും ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരാണ്. കോർപ്പറേഷനുകളുടെ ചരിത്രം വളരെ വിചിത്രമാണ്. 40ഓളം വർഷമായി ഉണ്ടായ കൊല്ലം കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ ഇന്നുവരെ ജയിച്ചിട്ടില്ല UDF. അവിടെ നമുക്കറിയാം കോൺഗ്രസും RSPയും മുസ്ലിം ലീഗും മറ്റ് കക്ഷികളുമെല്ലാം ഒത്തുപിടിച്ചപ്പോൾ കൊല്ലം കോർപ്പറേഷനും പിടിച്ചടക്കാൻ നമുക്ക് സാധിച്ചു. തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥിതി നാം മെച്ചപ്പെടുത്തി, ഇരട്ടിയാക്കി. എറണാകുളവും തൃശ്ശൂരും കണ്ണൂരും നമ്മുടെ കോട്ടയാണ്, നമ്മൾ പിടിച്ചെടുത്തു. വീണ്ടും കോഴിക്കോടോ 60 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇന്നേ വരെ UDFോ കോൺഗ്രസ് അനുകൂല സംഘടനകളോ മുന്നണിയോ ജയിച്ചിട്ടില്ല. പക്ഷേ എന്താണ് സ്ഥിതി? ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമില്ല, അവിടെ കഷ്ടിച്ചു ഭരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പം വന്നിരിക്കുന്നു, 7 ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തായാലും പാർലമെന്റ് ആയാലും ഇടക്കാല തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പുകളായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 5 വർഷക്കാലം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഐതിഹാസികമായ നിർണായകമായ വിജയം കൈവരിച്ച ഐക്യജനാധിപത്യ മുന്നണി ഈ ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം നിങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മറ്റ് ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല, അതെല്ലാം എൻ്റെ സഹപ്രവർത്തകന്മാർ പറയും. ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഇന്ത്യയിലും നടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ 4 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ആ 4 തെരഞ്ഞെടുപ്പുകളിൽ 2 സ്ഥലത്ത് ആസാമിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ കടന്നു വരികാനുള്ള സാധ്യത വളരെ വലുതാണ്. കേരളത്തിൽ നിശ്ചയമായും വരും. ആസാമിലും വരാനുള്ള സാധ്യത 75%-ലധികമാണ്. അതുപോലെ തന്നെ ബംഗാളിലും തമിഴ്നാട്ടിലും BJP വിരുദ്ധ ഗവൺമെന്റുകൾ വരും. അങ്ങനെ BJP വിരുദ്ധ ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഗവൺമെന്റുകൾ, കോൺഗ്രസ് മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ധരിക്കരുത് മോദി വലിയ ശക്തനൊന്നുമല്ല. മോദി ശക്തനായിരുന്നു, ഇപ്പോൾ ശക്തനല്ല. നമ്മുടെ അടക്കം വിചാരം മോദി പഴയതുപോലെ ശക്തനാണ് എന്നാണ്.
മോഡി ശക്തനായിരുന്നു, ഇപ്പോഴല്ല. കാരണം അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ല. BJPക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷമില്ല. 2 ഘടകകക്ഷികളുടെ പിന്തുണ, ബീഹാറിലെയും ആന്ധ്രയിലെയും കക്ഷികളുടെ പിന്തുണ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പിൻവലിച്ചാൽ നാളെ കാലത്ത് 10 മണിക്ക് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എന്ന യാഥാർത്ഥ്യവുമായി നമ്മൾ തന്നെ വേണ്ടത്ര പൊരുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ 4 തെരഞ്ഞെടുപ്പുകൾ 120ഓളം പാർലമെന്റ്, ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗവൺമെന്റിന്റെ കസാര പോലും ഇളക്കാൻ കഴിയുന്ന ബോംബുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉയർത്തിവിടുകയാണെങ്കിൽ കേന്ദ്രഭരണത്തെ പോലും പിടിച്ചു കുലുക്കാൻ കഴിയും. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഒരാളുമായ നമ്മുടെ നാട്ടുകാരനായ കൊടിക്കുന്നിലൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾക്കെല്ലാം ആശങ്കയുടെ മുൾമനയിലാണ് നാം നിൽക്കുന്നത്. നമ്മളെ തീറ്റിപ്പോറ്റിയിട്ടുള്ള നമ്മുടെ ആശ്രയ കേന്ദ്രമായ ഗൾഫിൽ ഇന്ന് മിസൈലുകൾ വന്ന് വീഴുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ ഇറാനെ ആവശ്യമില്ലാതെ കടന്നാക്രമിച്ചു. ഇറാൻ തോന്നുന്ന സ്ഥലത്തേക്കെല്ലാം മിസൈലുകൾ അയക്കുന്നു. നമ്മുടെ മനുഷ്യരുടെ ജീവിതം പന്താടുകയാണ്. അമേരിക്കയുടെ ആക്രമണം ഒരു നിലയ്ക്കും ആവശ്യമുള്ളതായിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെനിസ്വല എന്ന് പറയുന്ന തെക്കേ അമേരിക്കൻ രാജ്യത്ത് പോയി അവിടുത്തെ ഒരു പ്രസിഡന്റിനെ പിടിച്ചു കെട്ടി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒരു കിരാത ഭരണകൂടമായി ട്രംപിന്റെ ഭരണം മാറിയിരിക്കുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ ആ ട്രംപിനെ പൂവിട്ട് പൂജിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് വന്നാൽ മാത്രമേ ഇന്ത്യക്ക് പഴയ പ്രശസ്തി, ഇന്ദിരാഗാന്ധിയും നെഹ്റുവും എല്ലാം ഉണ്ടായിരുന്ന കാലത്തെ പ്രശസ്തിയിലേക്ക് തിരിച്ചു വരാൻ, പ്രസക്തിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്നുകൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഗൾഫിലെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കയിൽ കഴിയുന്ന ഈ സമയത്ത് നമ്മുടെ ജാഥയും അവരുടെ ആശങ്കയിൽ പങ്കുചേരുകയാണ്. അങ്ങനെ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ലോകത്ത് സമാധാനം പുലരും എന്ന് നാം വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം തന്നെ ഒട്ടും വൈകാതെയും ഒട്ടും മടി കാണിക്കാതെയും ഒറ്റക്കെട്ടായി നാം കേരളം പിടിച്ചടക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ചവറ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങൾ പിടിച്ചെടുത്തിരിക്കും. ഞങ്ങൾ ഷിബുവിൻ്റെ പേര് ഞാൻ പറയുകയാണ് എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട്. എന്തായാലും ശരി, നമുക്ക് ചവറയിൽ UDFന്റെ ഒരു MLA ഉണ്ടായിരിക്കും. അത് MLAയിൽ മാത്രമായി അവസാനിക്കുകയുമില്ല എന്നുകൂടി ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയ ഈ നട്ടുച്ച വെയിലത്ത് കൂടി നിൽക്കുന്ന നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ജാഥയുടെ പേരിൽ, എൻ്റെ പേരിൽ, CMPയുടെ പേരിൽ അഭിവാദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മൾ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC ടാക്കീസിന് മുൻവശം നിന്നാണ്. അവിടുന്ന് പഞ്ചവാദ്യം, ശിങ്കാരിമേളം, മറ്റ് വാദ്യമേളങ്ങളോടുകൂടിയാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. എല്ലാ UDYF പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും KC ടാക്സിന് മുന്നിലേക്ക് നീങ്ങണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. UDYFൻ്റെ മുഴുവൻ നേതാക്കന്മാരും സഹപ്രവർത്തകരും KC ടാക്സിന് മുന്നിലേക്ക് പോയി പുതുയുഗ യാത്രയുടെ ക്യാപ്റ്റനെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നേരത്തെ തന്നെ നമ്മുടെ സമ്മേളന നഗരിയിലെത്തിയിരിക്കുന്ന പാലക്കാടിൻ്റെ അനിഷേധ്യനായ നേതാവ്, ഇന്ത്യൻ പാർലമെൻറ്റിലെ കരുത്തനായ അംഗം VK ശ്രീകണ്ഠൻ MPയെ സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രദീപ് പയ്യന്നൂരിനോടൊന്ന് വേദിയിൽ വരാൻ പറയാം. പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ,
വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ വി ഡി സതീശനെ സ്വീകരിക്കാൻ പോയ ശ്രീ ഷിബു ബേബി ജോൺ, പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം MP കൂടിയായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ബഹുമാന്യനായ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീ ദേവരാജൻ, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ജർമിയാസ്, ശ്രീ സൈമൺ അലക്സ്, പ്രിയങ്കരനായ INTUCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു ഉൾപ്പെടെ ഇവിടെ ആദ്യം നിങ്ങളോട് സംബന്ധിച്ച CMBയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ UDFൻ്റെ ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ കൂടിയായ ശ്രീ CP ജോൺ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ പൊരി വെയിലത്ത് നല്ല ചൂടുള്ള പാലക്കാടിനേക്കാൾ ചൂട് ഇവിടെയാണോ എന്നൊരു സംശയം വന്നപ്പോൾ എന്തായാലും ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ, ഈ കാലാവസ്ഥയിലും ചവറയിലെ UDFൻ്റെ പ്രവർത്തകർ ഇതിലും വലിയ ചൂട് വന്നാലും പാടില്ല എന്നുള്ള മട്ടിലാണ് ഇവിടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ നട്ടുച്ചയ്ക്കും ഈ ജനസാഗരം ഇവിടെ കൂടിയത് കാണുമ്പോൾ തീർച്ചയായിട്ടും VD സതീശനും UDFും ആഗ്രഹിക്കുന്ന 100-ലധികം സീറ്റിൽ ഇത്തവണ ചവറ തിളക്കമാർന്ന വിജയത്തോടുകൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. ഈ ജാഥ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി മാറും. ഒരു കേവലം രാഷ്ട്രീയ പ്രചരണ ജാഥയല്ല എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. കാസർഗോഡ് നിന്നും ആരംഭിക്കുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആബാലവൃദ്ധ ജനങ്ങളും ഏറ്റെടുത്ത ജാഥ നാടും നഗരവും ഇളക്കി മറിച്ച് നട്ടുച്ചയെന്നോ രാത്രി വൈകിയെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. ഓരോ സമ്മേളനങ്ങളും ജനസാഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ ഭരണം, പിണറായിയുടെ ജനവിരുദ്ധ ഭരണം എത്രത്തോളം ജനങ്ങളിൽ പ്രതിഷേധവും അതുപോലെ വൈകാരികവുമായിട്ട് പ്രതിഫലിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജാഥ. ഇത് ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമല്ല. ഒരു വർഷം മുമ്പ് തയ്യാറെടുത്ത, പ്ലാൻ ചെയ്ത, ദീർഘവീക്ഷണത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു ജാഥയാണ്. പുതുയുഗ യാത്ര ഒരു പുതിയ അനുഭവമാണ്, പുതിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ UDFന് മാത്രമല്ല, ആബാലവൃദ്ധം വിവിധ മേഖലകളിലെ ജനങ്ങൾ ഈ ജാഥയോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്കറിയാം, തകർന്ന കേരളത്തെ പുനരുദ്ധരീകരിക്കാൻ വേണ്ടിക്കാണ്ട് ഒരു ജാഥ, ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ജാഥ, കേരളം ഉയർത്തിപ്പിടിച്ച ഉന്നതമായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ട്. ഈ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്, ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ. ഇതിലെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുക, ജനങ്ങൾ ജീവിക്കാൻ പ്രയാസപ്പെടുക, പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുക. പ്രളയക്കെടുതികൾ ഉണ്ടായി, കോവിഡ് മഹാമാരി ഉണ്ടായി, ഒരുപാട് കുടുംബനാഥന്മാർ മരണപ്പെട്ടു പോയി, ഒരുപാട് കുടുംബങ്ങൾ അനാഥരായി. ആ പ്രതിസന്ധിയിൽ ഈ സർക്കാർ, കഴിഞ്ഞ 10 വർഷമായ സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയും ഒരു പാക്കേജും ഒരു സഹായവും ചെയ്തില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ജാഥയുടെ സ്ഥിരാംഗവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും UDFൻ്റെ മുൻ കൺവീനറുമായ ശ്രീ ബെന്നി ബഹനാൻ MP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു വർഷം മുമ്പ് ഈ ജാഥയ്ക്ക് അടിസ്ഥാനകരമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് തകർന്ന കേരളത്തെ എങ്ങനെ പുനരുദ്ധീകരിക്കാം, എങ്ങനെ പുതിയ യുഗത്തിലേക്ക് ഇനി കെട്ടിപ്പടുക്കാം എന്നുള്ള ആലോചന ചർച്ച നടന്നു.
എല്ലാ ജില്ലയിലും പോകുമ്പോൾ അവിടെ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ, നിക്ഷേപകർ, യുവാക്കൾ, തൊഴിലന്വേഷകർ എല്ലാവരുമായിട്ടും വിവിധ സംഘടനകൾ രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയാണ് മുന്നോട്ട് വന്നത്. കൊല്ലത്തും ഇന്ന് രാവിലെ പ്രധാനമായിട്ടും അതാണ് നടന്നത്. ജാഥയിലെ സ്ഥിരാംഗമായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLAയുമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഉയർത്തിപ്പിടിച്ച നമ്മുടെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുമ്പോൾ ജനങ്ങൾ ആശങ്കയോടുകൂടിയും ഭീതിയോടുകൂടിയും ആശുപത്രി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തരവാദിത്തത്തോടു കൂടി ആലോചിക്കുന്നു കേരളം എങ്ങനെയാകണം. നാളെ സാധാരണക്കാരുടെ ചികിത്സ ഏറ്റവും ചെലവേറി പ്രതിസന്ധിയിലായ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയെ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? 100 കണക്കിന് ഡോക്ടർമാരുമായിട്ടും വിദഗ്ധരുമായി കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ അധികാരികളുമായി ചർച്ച നടത്തിയ ഒരു കോൺക്ലേവ് ഒരു പാക്കേജായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനിയുള്ള കേരളം, ആരോഗ്യ കേരളം, ഈ സാധാരണ ജനങ്ങളെ എങ്ങനെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് ബൃഹത്തായ ഒരു പദ്ധതിയാണ് ശ്രീ VD സതീശൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം. പ്രൈമറി സ്ഥാപനങ്ങൾ തൊട്ട് സ്കൂളുകൾ തൊട്ട് ഉന്നത വിദ്യാഭ്യാസം സർവകലാശാലകൾ വരെ നാഥനില്ലാത്ത കളരിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചരിത്രത്തിൽ ആദ്യമായി ചാർജ് VC-യാണ്. വൈസ് ചാൻസലർമാർ ചുമതലക്കാർ മാത്രമാണ്, സ്ഥിരം VC-മാരില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും രജിസ്ട്രാർമാരില്ല. ഉന്നതമായ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കേണ്ട, നേതൃത്വം നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണർ നമുക്ക് കേരളത്തിലെ ഒരു സർക്കാർ കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല, എല്ലാം ചാർജാണ്. അപ്പം സ്ഥിരമായിട്ട് പ്രിൻസിപ്പൽമാരില്ല, രജിസ്ട്രാർമാരില്ല, കൃത്യമായ പരീക്ഷ നടക്കുന്നില്ല, പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നില്ല, VC-മാരില്ല, സിൻഡിക്കേറ്റ് ഇല്ല, സെനറ്റ് ഇല്ല. ഇതുപോലെ അരാജകത്വം അടുത്ത തലമുറയ്ക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ആ ഉന്നത വിദ്യാഭ്യാസം തൊട്ട് വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. 16,000 അധ്യാപകർ കഴിഞ്ഞ 3-4 വർഷമായി സ്ഥിര നിയമനം ലഭിക്കാതെ, ശമ്പളം ലഭിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ മേഖല. എങ്ങനെ ഈ അസ്വസ്ഥമായ ഈ വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കും? വിദ്യാഭ്യാസ വിചക്ഷണരുമായി കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടത്തി ലോകോത്തര യൂണിവേഴ്സിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒരുമിച്ച് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല കോഴ്സുകൾ എങ്ങനെ കൊടുക്കുമെന്ന് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി ശ്രീ VD സതീശൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കാർഷിക മേഖലയാണ്. നമുക്കറിയാം, പ്രളയക്കെടുതി കൊണ്ട്, കോവിഡ് പ്രതിസന്ധി കൊണ്ട്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, വന്യമൃഗ ശല്യങ്ങൾ കൊണ്ട് കൃഷി മടുത്ത ജനങ്ങൾ അവര് കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി സംഭരണമില്ല, വില നൽകുന്നില്ല, അതിനൊരു താങ്ങുമില്ല, ഒരു പാക്കേജുമില്ല. കിട്ടിയ പാക്കേജുകൾ തകർത്തെറിഞ്ഞ ആ കാർഷിക മേഖലയിലെ ലക്ഷോപലക്ഷം വരുന്ന ആ പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും അവര് ഇന്ന് ഏറ്റവും നിരാശരായിട്ടുള്ളൊരു ജനതയാണ് കേരളത്തിൽ. നമ്മളെ കേരളത്തിലെ പട്ടിണി അകറ്റാൻ വേണ്ടി കേരളത്തിലെ ഉൽപ്പന്ന മേഖലയിൽ, ഉൽപാദക മേഖലയിൽ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന കർഷകർ ഇന്ന് കടുത്ത ആശങ്കയിലും ആത്മഹത്യാ ഭീഷണിയിലുമാണ്. ആ കാർഷിക മേഖലയെ എങ്ങനെ രക്ഷിക്കാം? മലയോര മേഖലയിലുള്ള കർഷകർ വന്യജീവികളുടെ അക്രമം കൊണ്ടും ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിത്യ സംഭവങ്ങൾ അരങ്ങേറി ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നോക്കുകുത്തിയായി നിൽക്കുക. എങ്ങനെ ഈ കാട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളിൽ നിന്നും നമ്മുടെ സാധാരണക്കാരെ രക്ഷിക്കാം? പാക്കേജുണ്ട്, UDF-ന് പദ്ധതിയുണ്ട്. അതാണ് ശ്രീ VD സതീശൻ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ തീരദേശ മേഖല നമുക്കറിയാം, ഞാൻ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ ഉപജീവനത്തിന് ഗതിയില്ലാതെ, ഒരു തരത്തിലുള്ള സംരക്ഷണമില്ലാതെ വലിയ ഭീഷണി നേരിടുക. അവർക്ക് ആവശ്യമായ പദ്ധതി, വ്യവസായം വന്നത് പോയി, ആരും തയ്യാറാകുന്നില്ല. കേരളത്തിലെ നിക്ഷേപകർക്ക് ആ നിക്ഷേപകരുടെ എല്ലാ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ, പുതിയ തൊഴിൽ ഉണ്ടാക്കാൻ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യവസായത്തെ ആകർഷിക്കാൻ സാഹചര്യമുള്ള കേരളത്തെ അതിനുവേണ്ടി കരുപിടിപ്പിക്കാൻ വിശദമായ പദ്ധതി
ശ്രീ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ശ്രീ ബെന്നി ബെഹനാൻ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ UDFന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തി വരിക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ചർച്ച. നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള കേരളം എങ്ങനെ മാറണം എന്നാഗ്രഹിച്ചുകൊണ്ട് പറയുന്ന അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു പ്രകടന പത്രിക അന്തിമമായി പുറത്തിറക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി തൊഴിലില്ലാതെ, വരുമാനമില്ലാതെ, ജീവിതോപാധി എല്ലാം പ്രതിസന്ധിയിലായ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു പ്രതീക്ഷയോടുകൂടി കാണുന്നത് UDFനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഭരണ പരാജയം, വിവിധ വകുപ്പുകൾ കൂപ്പുകുത്തി വീഴുന്നത്, അഴിമതി, അരാജകത്വം, ധൂർത്ത്, ഇതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മുഖ്യ അജണ്ട കേരളത്തെ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സർക്കാരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു പാക്കേജ് ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ പുതുയുഗ യാത്രയുമായിട്ട് വി.ഡി. സതീശൻ വരുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാ അതും കൂടെ അറിയാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവർക്ക് തൊഴിലില്ല, വരുമാനമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 300% വീട്ടുനികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ്, 400% കെട്ടിട നികുതി, ഭൂനികുതി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ്, 3 പ്രാവശ്യം വെള്ളക്കരം കൂട്ടിയ ഒരു ഗവൺമെന്റ്. ഈ 5 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യം ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. 4ാമത്തെ തവണ 6 മണിക്ക് ശേഷം വൈദ്യുതി ഗാർഹിക ഉപയോഗത്തിന് ഇരട്ടി ചാർജ് ഈടാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറ്റി. ഫീസുകൾ കൂട്ടി, ഫൈനുകൾ കൂട്ടി, പിടിച്ചുപറി, എല്ലാ മേഖലയിലും പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുക. 1 രൂപയുടെ പാക്കേജ് ഈ കുടുംബനാഥന്മാര് നഷ്ടപ്പെട്ടെടുത്ത്, പ്രളയക്കെടുതി ഉണ്ടായിട്ട്, കോവിഡ് കാരണം തകർന്നവിടത്ത് 1 പ്രാവശ്യം പോലും തിരിഞ്ഞു വെക്കാൻ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റ് വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നാട്ടിൽ സുലഭമായിട്ട് അരിയല്ല കിട്ടുന്നത്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 25 കിലോ അരി BPL കുടുംബങ്ങൾക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തു. 1 രൂപ നിരക്കിലരി APLകാർക്ക് കൊടുത്തു. ഇന്ന് APLകാർക്കും അരിയില്ല. BPLകാരെ പകുതി വെട്ടിക്കുറച്ചു. അവരെങ്ങനെ ജീവിക്കുന്നു, ആഹാരം കഴിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. കോടികളുടെ ബാധ്യതയാ. വാട്ടർ അതോറിറ്റി ഇത്രയും പണം പിരിച്ചെടുത്ത് കോടികളുടെ കടത്തില. KSEB ആയിരക്കണക്കിന് രൂപയുടെ കടത്തില. KSRTC അതിലും വലിയ നഷ്ടത്തില. ഈ ഗവൺമെന്റ് 10 വർഷമായിട്ട് എന്ത് ചെയ്തു? ജനദ്രോഹം, അതാണ് മുഖമുദ്ര. അഴിമതി, അതാണ് മുഖമുദ്ര. ധൂർത്ത്, അതാണ് മുഖമുദ്ര. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ അഴിമതിയും ധൂർത്തുമല്ലാതെ, ഈ ഖജനാവ് കൊള്ളയടിക്കലല്ലാതെ, കളവും അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ പേരുകൾ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കിയതല്ലാതെ ജനങ്ങളെ സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും വ്യത്യസ്ത മേഖലയിലുള്ളവരും CPMന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരും അവരുടെ അനുഭാവികളും ആഗ്രഹിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ്. ഒരു കാര്യം സംശയമില്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ നിർബന്ധമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി പിണറായിയെ ഭാവിയിൽ വാഴ്ത്തുന്ന നടപടി അവരുടെ മുൻകൈയെടുത്ത് ചെയ്യും. അതിനോടൊപ്പം നമ്മുടെ മണ്ഡലം ഉണ്ടാകണം. 100-ലധികം സീറ്റ് നേടി വിജയിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട, വളരെ വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട, നമ്മുടെ നോട്ടപ്പശക് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഈ ചവറ മണ്ഡലം വീണ്ടെടുക്കാൻ ഈ ജനസഞ്ചയം തീരുമാനിച്ചാൽ മതി. തീർച്ചയായിട്ടും ആ 100-അംഗ ക്ലബിൽ ചവറയും വൻ ഭൂരിപക്ഷത്തോടുകൂടി ഒരു UDFനെ MLA വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആവേശവും പങ്കാളിത്തവും കാണുമ്പോൾ അത് ഉറപ്പാണെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഈ സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ച UDFന്റെ മുഴുവൻ ഭാരവാഹികളെയും നേതാക്കളെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ പുതുയുഗ സംഗമം ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഇവിടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ദേവരാജൻ മാഷിരിപ്പുണ്ട്. UDFൻ്റെ സ്ഥിരം ജാഥാംഗമായ ബെന്നി ബെഹനാൻ MP ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ എല്ലാം സ്നേഹനിധിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവർക്കെല്ലാം ചവറയോട് സംസാരിക്കാനുണ്ട് എന്നെനിക്കറിയാം.
വാചാലമായി സംസാരിക്കുന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളവർ എന്ന് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും ഒരവസരം കൊടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ചുരുക്കി എല്ലാവരും സംസാരിച്ച് ഞങ്ങളോട് സഹകരിക്കണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ദേവരാജൻ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഈ കുംഭമാസ ചൂടിനെ വകവയ്ക്കാതെ ഈ കരിമണലിൻ്റെ തീരത്ത് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് കഴിഞ്ഞ മാസം 6-ാം തീയതി ആരംഭിച്ച നമ്മുടെ ഈ പുതുയുഗ യാത്ര കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ പര്യടനം കൂടി പൂർത്തിയാകുമ്പോൾ 6-ാം തീയതി തിരുവനന്തപുരത്ത് നമ്മുടെ ഈ പുതുയുഗ യാത്ര സമാപിക്കുകയാണ്. കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജാഥ ഈ കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ സഞ്ചരിച്ചത്. ഈ യാത്ര കടന്നു വരുന്ന എല്ലാ നഗരങ്ങളിലും അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളുമായി പ്രത്യേകമായി സംവദിച്ചുകൊണ്ടുമാണ് ഈ ജാഥ അതിൻ്റെ പര്യടനം പൂർത്തിയാക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവരുടെ പ്രവർത്തകരോടും പൊതുജനങ്ങളോടും ഇപ്രകാരമുള്ള സ്വീകരണ പരിപാടികളിൽ സംസാരിക്കുന്നത് കൂടാതെ വിവിധ മേഖലയിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു സംവാദം ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഇന്ന് രാവിലെയും കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, കുടിപ്പള്ളിക്കുടം ജീവനക്കാർ, ലോട്ടറി കച്ചവടക്കാർ, ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന ജീവനക്കാർ തുടങ്ങി KSRTC ജീവനക്കാർ, പെൻഷൻകാർ തുടങ്ങി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അവരുമൊക്കെയായി സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ കൊല്ലത്ത്. ആ സംസാരം എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തി വരികയാണ്. അവരുമായി സംസാരിക്കുമ്പോൾ അവർ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞങ്ങൾ ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവരാണ്, ലോട്ടറി മേഖല പ്രതിസന്ധിയിലാണ്. എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും. അടുത്തത് ആശാ വർക്കർമാരാണ്. അവർ പറയും ഞങ്ങൾ ആശാ വർക്കർമാരാണ്, ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പിന്നെ വരുന്നത് അംഗനവാടി ജീവനക്കാരാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഗത്യന്തരമില്ലാതെ വലയുകയാണ്. അങ്ങനെ ഓരോ മേഖലയിൽ നിന്ന് വരുന്നവർ അവരുടെ ആവലാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിക്കുന്നതിന് മുമ്പ് ആദ്യം പറയുന്ന വാചകം ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഗതിയില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ ഏകദേശമുള്ള രേഖാചിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ദശകക്കാലത്തെ ഒരു ഗവൺമെന്റിന്റെ ഭരണത്തിനു ശേഷം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ദുരിതത്തിലായിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ അവശേഷിക്കുന്ന മാർഗം ആ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളതാണ്. ആ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതുയുഗ യാത്ര സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. നമ്മളാരും ഡൊണാൾഡ് ട്രംപുമാരല്ലല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് ചെന്ന് ബോംബിട്ടൊരു ഗവൺമെന്റിനെ അട്ടിമറിക്കുവാനും ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കുവാനും യുദ്ധം പ്രഖ്യാപിക്കുവാനും നമുക്ക് കഴിയില്ല. ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാം, നമുക്ക് പ്രതിരോധമുയർത്താം. അത് കണ്ടിട്ടും തിരുത്തുവാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന മാർഗം ജനാധിപത്യം അനുവദിക്കുന്ന വോട്ടിലൂടെ ആ ഗവൺമെന്റിനെ മാറ്റി തൽസ്ഥാനത്ത് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ അവരോധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പുതുയുഗ യാത്രയുടെ ലക്ഷ്യം. അത് പറയുവാനാണ് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇതിനൊരു വലിയ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സാധാരണഗതിയിൽ നടത്തുന്ന യാഥാസ്ഥിതികമായ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയായിട്ടല്ല, മറിച്ച് കഴിഞ്ഞ ഒരു ദശകക്കാലം എത്ര വർഷമാണ് ഈ കേരളം പിറകോട്ട് പോയത്,
എന്തു രാഷ്ട്രീയ സാമൂഹിക മാറ്റമാണ് ഈ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്? അതിനെന്തു പരിഹാരമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്? അത് പറഞ്ഞുകൊണ്ട് ഒരു സമഗ്രമായ പദ്ധതിയുമായിട്ടാണ് ശ്രീ വി കെ ശ്രീകണ്ഠനോട് സംസാരിച്ചപ്പോൾ ഓരോ മേഖലയും എടുത്ത് നിങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, കാർഷിക മേഖല തുടങ്ങി ജീവിതത്തിന്റെ സർവ്വതല സ്പർശിയായ എല്ലാ മേഖലകളിലും എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ കഴിയുന്നത്? ഒരു നവയുഗം, ഒരു പുതുയുഗം എങ്ങനെ പ്രദാനം ചെയ്യാൻ കഴിയുമെന്ന് വിദഗ്ധന്മാരുമായും രാഷ്ട്രീയത്തിൽ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകളുമായും സംസാരിച്ച് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു പരിപാടിയുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടി വന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മേഖലകളും തകർച്ച നേരിടുമ്പോൾ ഒരൊറ്റ കാരണം മാത്രം നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ ഈ കൊല്ലം ജില്ല പരമ്പരാഗത വ്യവസായങ്ങളുടെ ഈറ്റില്ലമാണ്. പരമ്പരാഗത വ്യവസായം കൊല്ലത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ആ പരമ്പരാഗത വ്യവസായത്തിനുണ്ടാകുന്ന വീഴ്ചകൾ നമ്മുടെ ഈ സാമ്പത്തിക മേഖലയെ തകർക്കും. കൊല്ലത്തിന്റെ എന്താണ് നമ്മുടെ പരമ്പരാഗത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്? കയറ്, കശുവണ്ടി, കൈത്തറി, കരകൗശലം, മത്സ്യബന്ധനം തുടങ്ങിയിട്ടുള്ളത് കൊല്ലത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഒരു തരത്തിലുള്ള ആധുനികവൽക്കരണം കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല. നിലവിലുള്ള കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ജോലിയല്ല. അത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. മറിച്ച് ഒരു പരമ്പരാഗത വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ, അതിനെ നിലനിർത്തണമെങ്കിൽ, അതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ജീവനോപാധി തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ആ മേഖലയിൽ കാലാനുസൃതമായ ആധുനികവൽക്കരണം നടക്കണം, കാലാനുസൃതമായ വൈവിധ്യവൽക്കരണം നടക്കണം. അങ്ങനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒരു വൈവിധ്യവൽക്കരണമോ ആധുനികവൽക്കരണമോ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ 10 വർഷത്തിനിടയിൽ? തൊഴിലാളി വർഗത്തിന്റെ കണ്ണുനീരിന്റെ കണക്കും കഥയും പറഞ്ഞ് അധികാരത്തിൽ വരുന്നവരാണ്, അധികാരത്തിലെത്തിയവരാണ്. എന്നിട്ട് ഏത് തൊഴിലാളി വർഗത്തിന്റെ കണ്ണുനീരാണ് ഒപ്പിയത്? ഇന്ന് രാവിലെ ലോട്ടറി തൊഴിലാളികൾ മുതൽ റോഡ് നിർമ്മാണ തൊഴിലാളികൾ വരെ അവരുടെ കഥ വിവരിക്കുമ്പോൾ ഏത് തൊഴിലാളികളോടാണ് നിങ്ങളുടെ ആഭിമുഖ്യം? ഏത് തൊഴിലാളികളുടെ കഥ കേൾക്കുവാനാണ് നിങ്ങൾക്ക് താല്പര്യം? ഏതു സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുവാനാണ് നിങ്ങളുടെ താല്പര്യമെന്ന് കേരള ജനത ഒന്നാകെ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ അവർക്ക് കഴിയില്ല. കാരണം 10 വർഷത്തെ ഭരണം അവരെ അധികാര പ്രമുഖതയുടെ അന്ധരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും മാറ്റുക. കേരളത്തിന് നേർക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു കണ്ണാടിയായി ഈ പുതുയുഗ യാത്ര മാറുകയാണ്. ആ പുതുയുഗ യാത്രയിലൂടെ മുന്നോട്ട് വരുന്ന ആ ജനകീയ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഗവൺമെന്റിനെ സ്ഥാപിക്കുക എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകന്റെയും കടമയാണ്. ആ കടമ നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ, നമ്മുടെ കടലിനെ രക്ഷിക്കുവാൻ, നമ്മുടെ തീരദേശത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ മലയോരത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ ഇടനാടിനെ രക്ഷിക്കുവാൻ, നമ്മുടെ കാർഷിക മേഖലയെ രക്ഷിക്കുവാൻ, വ്യവസായ മേഖലയെ രക്ഷിക്കുവാൻ, നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഒരു ഭാവിയെ കരുപ്പിടിപ്പിച്ചെടുക്കുവാൻ ആവശ്യമാണെന്ന തിരിച്ചറിവോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏവരും പങ്കാളികളാകണമെന്നും ഈ കുംഭമാസ ചൂടിനെ വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ബഹുമാന്യരെ, നമ്മുടെ സ്റ്റേജിന് മധ്യഭാഗത്ത് വളരെ നേരത്തെ വന്ന് സീറ്റ് പിടിച്ച് ഇടം നേടിയവരാണ്. ചൂട് വളരെ കടുത്തിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ യാതൊരു മാർഗവും ഇതുവരെ നടന്നിട്ടില്ല. വെള്ളം ധാരാളം ഇവിടെ ഇരിപ്പുണ്ട്. വളണ്ടിയേഴ്സ് കുറച്ച് പുറകിലേക്ക് കൂടി വെള്ളം എത്തിച്ചു കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽ, പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, നിങ്ങളേവരും വളരെ ആവേശത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്രയുടെ നായകൻ, പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, ജനാധിപത്യ കേരളം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഈ വേദിയിൽ എത്തിച്ചേരും. രാവിലെ കരുനാഗപ്പള്ളിയിൽ നടന്ന ഉജ്ജ്വലമായ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട്
ആവേശകരമായ ഒരു കാലത്തും കരുനാഗപ്പള്ളി കണ്ടിട്ടില്ലാത്ത ആവേശകരമായ ഉജ്ജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ചവറയിലെത്തുന്നത്. ഇപ്പോൾ ചവറയിൽ വരുമ്പോൾ ഞങ്ങൾക്കും ആകെ ഒരു സംശയം, ഇവിടെയാണോ ആള് കൂടുതൽ അവിടെയാണോ എന്നുള്ളത്. അപ്പോൾ പറയാൻ കഴിയും രണ്ടും ഒപ്പത്തിനൊപ്പമാണോ അല്പം കൂടി ചവറ മുന്നിലാണോ എന്ന് പറയത്തക്ക രീതിയിൽ ചവറ അതിൻ്റെ കരുത്ത് കാട്ടിയിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ യോസം വിനിയോഗിക്കുക. എല്ലാ യാത്രകളിലും ചവറ ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവഴി കടന്നു വന്നിട്ടുള്ള മുൻകാല യാത്രകൾക്കൊക്കെ തന്നെ ചവറയിലെ ജനാധിപത്യ വിശ്വാസികൾ നൽകിയിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തനം നൽകിയിട്ടുള്ള സ്വീകരണ പരിപാടികൾ ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ഇത്തവണ വളരെ വാശിയോടുകൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പകരം വീട്ടാനുള്ള ഒരു വാശിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ വാശി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട, കഴിഞ്ഞ 2 തവണകളായി നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ചവറയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള വാശിയോടുകൂടിയാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പുതുയാത്രയെ സ്വീകരിക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ തീർച്ചയായും ഇത്തവണ ചവറ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാകും എന്ന് നിസ്സംശയം പറയാൻ കഴിയും. 100 സീറ്റുകളാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 100 സീറ്റ് മുകളിൽ UDF നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഒരു സീറ്റ് ചവറയായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സ്വീകരണ പരിപാടി കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ദുർഭരണത്തിനെതിരായുള്ള ഒരു പോരാട്ടമാണ് ഈ പുതിയ യാത്ര. ഐക്യ ജനാധിപത്യത്തിന്റെ അപരക്കാരനായി VD സതീശനും അദ്ദേഹത്തോടൊപ്പം UDF നേതാക്കന്മാരുടെ നേതൃത്വം ആരംഭിച്ച യാത്ര ഇന്ന് കൊല്ലം ജില്ലയിലെ 2ാം ദിവസത്തെ പര്യടനം നടക്കുമ്പോൾ ഈ യാത്ര ജനങ്ങൾ ഏറ്റെടുത്ത യാത്രയായി മാറിയിരിക്കുന്നു. കേരളത്തിനൊരു മാറ്റം വേണം. ഇനിയും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വന്നാൽ കേരളം നശിച്ചു നാമാവശ്യമാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 20-ൽ 18 നമ്മൾ വിജയിച്ചു. LDFന് കനത്ത പരാജയം നൽകി. സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നമുക്ക് മുന്നേറ്റമുണ്ടായി. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ ചവറയടക്കം കേരളത്തിൽ ഐതിഹാസികമായ ചരിത്ര വിജയം നമ്മൾ നേടിയെങ്കിൽ ജനവിശ്വാസം നഷ്ടപ്പെട്ട, ജനപിന്തുണ നഷ്ടപ്പെട്ട ഈ ഗവൺമെന്റിനെ ഇപ്പോൾ വെന്റിലേറ്ററിലായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ സെമി ഫൈനലിലും നമ്മൾ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഫൈനൽ മത്സരമാണ്. ആ ഫൈനൽ മത്സരത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ബോധ്യമുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കേരളത്തിലെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഇടതുപക്ഷ സഹയാത്രികരായ സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ഇടതുപക്ഷം വരരുത്, നിങ്ങളാരും LDFന് വോട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. ആരോടെ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരോടാ. സച്ചിദാനന്ദനും സാറാ ജോസഫും അതുപോലെയുള്ള എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഇടതുപക്ഷത്തിന് സഹയാത്രിക പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം, കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകണം. കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടാകണമെങ്കിൽ ബംഗാളിലെ അനുഭവം എന്താണ്? തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചു, ത്രിപുരയിൽ തുടർച്ചയായി ഭരിച്ചു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അഴിമതിക്കാരായി മാറി, അവിടെ ദുർഭരണം നടത്തി, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വ്യതിചലിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ അടിയറ വെച്ചുകൊണ്ട് സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോയതാണ് ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നത്, ത്രിപുരയിൽ CPM തകർന്നത്. അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതൊരു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും. അതിവിടെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്ന മാർക്സിസ്റ്റുകാരും എഴുത്തുകാരും ചിന്തകന്മാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളവർ പറയുന്നു, നിങ്ങൾ LDFന് വോട്ട് ചെയ്യരുത്, പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിന് വോട്ട് ചെയ്യരുത്, നിങ്ങൾ UDFന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നുവെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് എന്ന് നാം കാണണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാഹചര്യം നമുക്ക് അനുകൂലമാണ്. കേരളമാകെ ഒരു വലിയ UDF തരംഗം ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു. ഈ പുതുയുഗ യാത്ര കൊല്ലത്തെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് പര്യടനം നടത്തി 7-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവലാളായ ലോക്സഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വർഗീയ ഫാസിസത്തിനെതിരായി
സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഈ പുതുവി യാത്രയ്ക്ക് സമാപനം കുറിക്കുമ്പോൾ അത് കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്ത് നാം ഏറ്റെടുക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രചരണത്തിന്റെ അവസാനത്തെ ഭാഗമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. പുതുയുഗ യാത്ര നായകൻ ഏതാണ്ട് അടുത്തെത്താറായി. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പുതുയുഗ യാത്രയ്ക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ഐക്യജനാധിപത്യ മുന്നണിക്ക് കൊല്ലം ജില്ലയിൽ വലിയ ഭൂരിപക്ഷം നൽകാൻ, ഏറ്റവും കൂടുതൽ MLA-മാർ നൽകുവാൻ, ചവറയടക്കമുള്ള ഈ നിയോജകമണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിൽ തീർച്ചയായും നമുക്ക് വിജയിക്കുവാൻ, അങ്ങനെ കൊല്ലം ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത ചരിത്ര വിജയം നേടാൻ ഈ പുതുയുഗ യാത്ര സഹായകരമാകട്ടെ. അതിന് നിങ്ങൾ നൽകുന്ന പ്രാധാന്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവ് എത്തിയിട്ടുണ്ട്. ടി ഇബ്രാഹിം MLA ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ അധ്യക്ഷൻ ശ്രീ വേണുകൊല്ലം, ഈ വേദിയെ സമ്പന്നമാക്കിക്കൊണ്ട് നിൽക്കുന്ന ആദരണീയരായ MP-മാർ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ ബെന്നി ബഹനാൻ, ശ്രീ മണികണ്ഠൻ, പ്രിയങ്കരനായ CP ജോൺ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ അഡ്വക്കേറ്റ് സുൽഫീഖർ സലാം, മറ്റു വേദിയിലുള്ള UDF-ൻ്റെ നേതാക്കന്മാരെ, ശ്രീ ഷിബു ബേബി ജോൺ അടക്കമുള്ള നേതാക്കന്മാരെ, സദസ്സിലുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, പുതുയുഗ യാത്ര ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ ഇക്കാലമത്രയും ആ നഗരം കണ്ടിട്ടില്ലാത്ത വിധം ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനത്തിൽ ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറത്തും കൊണ്ടോട്ടിയിലുമൊക്കെ ജാഥ വിജയിക്കുന്നത് സ്വാഭാവികമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഈ നട്ടുച്ച നേരത്തും ചവറയിൽ ഇത്രയധികം ആളുകൾ ഈ പുതുയുഗ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ദിശാസൂചികയാണ് ഈ ചവറയിലുള്ള സമ്മേളനം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം മാറുകയാണ്. നവകേരളമല്ല, ഒരു പുതിയ യുഗപ്പിറവിക്ക് വേണ്ടി കേരളം കാതോർക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ ജാഥ കഴിഞ്ഞ 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ജാഥയെ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസംഗിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, കേരളം ഒരു വസന്തകാലത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ വസന്തകാലം പുലരുമ്പോൾ ആ വസന്തകാലത്തിലേക്കുള്ള കേരളത്തെ നയിക്കുന്ന ജാഥയാണ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ എന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനിവിടെ അടിവരയിടുകയാണ്. കേരളം 10 വർഷക്കാലം കഠിനമായ പോരാട്ടത്തിലാണ് UDF-ഉം കേരളത്തിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏത് ജനവിഭാഗത്തെയാണ് തങ്ങളുടെ ദ്രോഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചാൽ ഒരു ജനവിഭാഗവും LDF-ൻ്റെ ഭരണത്തിൻ്റെ ദുശ്ചെയ്തികളിൽ നിന്ന്, ദുർഭരണത്തിൽ നിന്ന് മോചിതരായിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ സാമൂഹ്യ മണ്ഡലം പരിശോധിച്ചാൽ കേരളം സാക്ഷി പറയുകയാണ്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്നതിൻ്റെ അവസാനത്തെ പോരാട്ടമാണ് VD സതീശൻ്റെ പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. അനന്തപുരയിൽ UDF അധികാരം പിടിച്ചുകൊണ്ട് ഈ ദുർഭരണം മുഴുവൻ തിരുത്തിയെഴുതാനുള്ള ശ്രമമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ കേരളം മാറുകയാണ്. ആ മാറ്റം എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കേരളത്തിൻ്റെ അനന്തപുരയിൽ UDF-ൻ്റെ കൊടി ഉയർത്തുകയും ഭരണം വരികയും ചെയ്യുന്ന സമയത്താണ് അത് അവസാനിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാരെന്ന് കവി പാടിയതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരായി പ്രതികാരം ചെയ്യാനുള്ള അവസരമായി ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും കാത്തു നിൽക്കുമ്പോൾ ആ മാറ്റത്തിൻ്റെ മുമ്പിൽ ചവറ നിൽക്കുമെന്നുള്ളതിൻ്റെ വലിയ വിളംബരമാണ്, മഹാപ്രഖ്യാപനമാണ്
ഈ സമ്മേളനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ബെന്നി ബെഹനാൻ MP ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജാഥാ നായകൻ ശ്രീ VD സതീശൻ നമ്മുടെ പ്രിയപ്പെട്ട ഷിബു ബേബി ജോണിനോടൊപ്പം പ്രേമേന്ദ്രനോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയാണ്. അവിടെ ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നത്. ഇപ്പോൾ തമ്മിൽ സമയം 1:30 മണി കഴിഞ്ഞു. ജാഥയുടെ അനുഭവം, ജാഥയ്ക്ക് ലഭിച്ച വരവേൽപ്പ്, ജാഥയ്ക്ക് ലഭിച്ച സ്വീകാര്യത, അതിനെക്കുറിച്ചാണ് ഇവിടെ സ്നേഹിതന്മാർ സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണിവിടെ. ചവറയിലും നിങ്ങൾ കാണുന്നത് പോലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് നിന്നും ആരംഭിച്ച് ചവറയിൽ എത്തിച്ചേരുന്നത് വരെ കണ്ട ആൾക്കൂട്ടം കടൽ ഇരമ്പി വരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ഇരമ്പി വരുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ: പിണറായി വിജയൻ ഗവൺമെൻറ് താഴെ ഇറക്കുക എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനമെന്നത് ഈ ജാഥ വിളംബരം ചെയ്യുക. ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണങ്ങൾ മാത്രമല്ല, ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ, അതാണ് കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ആവേശഭരിതമാക്കുന്നത്. നമ്മൾ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കണം. ആ പുതിയ യുഗം സന്തുഷ്ടമാകണം, സന്തോഷമാകണം, സംതൃപ്തിയുള്ളതാകണം, സമാധാനപൂർണമായിരിക്കണം, സാഹോദര്യമുള്ളതായിരിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ജാഥയോടൊപ്പം ഐക്യജനാധിപത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ജാഥയുടെ സ്വീകരണം മാത്രമല്ല, നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ ജാഥയോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയെ ഇഷ്ടപ്പെട്ടവരും ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിലേറ്റാൻ സഹായിച്ചവരുമായിട്ടുള്ള ഒട്ടേറെ ജനങ്ങൾ നിരാശരായി കഴിഞ്ഞ കാലഘട്ടത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തെറ്റുകൾ തിരുത്തി നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ ജാഥ ഒരു പ്രതീക്ഷയാണ്. ഈ ജാഥയിലൂടെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ശബ്ദമാണ്. ആ കേരളത്തിൻ്റെ ശബ്ദമായി മാറിയ ഈ ജാഥ, കേരളത്തിൻ്റെ പ്രതീക്ഷയായി മാറിയ ഈ ജാഥ നമുക്കറിയാം, നമ്മുടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട്, കരുത്തേകിക്കൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത്. ഇതാ നമ്മുടെ 2 നേതാക്കന്മാരെയും തോളിലേറ്റി, ഷിബുവിനെയും അതുപോലെ ജാഥ ക്യാപ്റ്റനെയും തോളിലേറ്റിയാണ് ഈ ജാഥ കടന്നു വരുന്നത്. ഈ ജാഥ നൽകുന്ന വികാരം, ഈ ജാഥ നൽകുന്ന ആവേശം, ഈ ജാഥ നൽകുന്ന പ്രചോദനം, എനിക്ക് മുന്നിൽ പ്രസംഗിച്ച സ്നേഹിതന്മാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മാറ്റമുണ്ടാകും. നമ്മുടെ പ്രേമചന്ദ്രനും ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഈ ജാഥയുടെ തീരുമാനം ചവറ എടുക്കാൻ പോകുന്നത് ഇനിയും ചവറ നഷ്ടപ്പെടാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. സംസാരിക്കുക. ഒറ്റവാക്ക് നിൽക്കാം.
നമ്മുടെ എല്ലാ നേതാക്കന്മാരും, പ്രിയപ്പെട്ടവരെ, എല്ലാ നേതാക്കന്മാരും വേദിയിൽ കയറി നമ്മുടെ എല്ലാ നേതാക്കന്മാരും വേദിയിൽ കയറി മുദ്രാവാക്യം നിർത്ത പ്ലീസ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മതി. അതാ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇനിയും ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെയുണ്ട് ഒറ്റ കാര്യം മാത്രം പറയുന്നു. ചവറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചവറയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ പാരമ്പര്യം ഐക്യജനാധിപത്യ മുന്നണിയുടെയും മതേതരത്തിന്റെ കേരളത്തിന്റെയും ശില്പികളിൽ ഒരാളായ ബേബി ജോൺ സാറിന്റെ പാദസ്പർശമേറ്റ് ധന്യമായതാണ്. ബേബി ജോൺ സാർ ഉണ്ടായിരുന്നപ്പോൾ ചവറയെ കുറിച്ചിട്ട് ഒരു വികാരമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നവരോട് അഭ്യർത്ഥിക്കുന്നു, ബേബി ജോൺ സാറിന്റെ നാട്ടിൽ ഇനിയും നമുക്ക് നഷ്ടമുണ്ടാകരുത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിപ്പിക്കണം. ഒറ്റ വാക്കുകൂടി, ഞങ്ങൾ ഇനിയും വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ശ്രീ ഷിബു ബേബി ജോൺ വിജയിച്ച് പില്ലാളി വീരനായി നിയമസഭയിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടേണ്ടി വരുമെന്നതുകൊണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാന്യരെ, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ, ഈ ജാഥയെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചവറ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയമുള്ള പ്രവർത്തകർ, ബഹുജനങ്ങൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന രാഷ്ട്രീയ കേരളം സമീപകാലത്തൊന്നും ദർശിച്ചിട്ടില്ലാത്ത നിലയിലുള്ള അത്യുജ്വലമായ ബഹുജന മുന്നേറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള പുതുയുഗ യാത്രയാണ് കരിമണലിൻ്റെ ചരിത്രമുറങ്ങുന്ന, സമരചരിത്രമുറങ്ങുന്ന ചവറയുടെ മണ്ണിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതുയുഗ യാത്രയുടെ നായകൻ, പുതുയുഗ നായകൻ പ്രിയപ്പെട്ട ശ്രീ VD സതീശനെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമെന്ന നിലയിൽ, ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ചവറയുടെ മണ്ണിലേക്ക്, കരിമണലിൻ്റെ നാട്ടിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. സാധാരണഗതിയിൽ ജാഥ ക്യാപ്റ്റൻ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നാൽ പിന്നീട് ദീർഘമായ പ്രഭാഷണങ്ങൾ പൊതുവെ ഞങ്ങൾ നടത്താറില്ല. ഞാൻ ഒരു കാര്യം ഈ സമ്മേളനത്തിൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥയുമായി ബന്ധപ്പെട്ട് 8ലധികം ജില്ലകളിൽ സഞ്ചരിച്ച ജാഥയിലെ ഒരു സ്ഥിരാംഗമെന്ന നിലയിൽ ഒരു കാര്യം അരക്കിട്ടുറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സമീപകാല രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത അത്യുജ്വലമായ ബഹുജന മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പുതുയുഗ യാത്രയ്ക്ക് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ ജാഥ നൽകുന്ന സന്ദേശം. നമുക്കറിയാം, സാധാരണ യാത്രകളിൽ, പ്രത്യേകിച്ചും ഈ യാത്രയിൽ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന CPM-ന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം ഈ ജാഥയുടെ യുണീക്നെസ് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മാറുന്ന കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന്, ആധുനിക കേരളം പുതുയുഗപ്പിറവിയിൽ എന്തായിരിക്കുമെന്ന് കൃത്യമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ജാഥ ഈ കേരളത്തിൽ പര്യടനം നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
2024 20 ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ 18 എണ്ണത്തിലും ജയിച്ചെങ്കിൽ 2025 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചവറ നിയമസഭാ നിയോജക മണ്ഡലം ഉൾപ്പെടെ കേരളത്തിൽ 2010-നേക്കാൾ മികവാർന്ന വിജയം 2025 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിൽ ഒരു സംശയവും വേണ്ട, 2026 ചരിത്രപരമായ ദൗത്യമായ മിഷൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വരെ 100-ൽ കുറയാത്ത സീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പറയുന്നു 110-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോ ചവറ നിയമസഭാ നിയോജക മണ്ഡലം കഴിഞ്ഞ ഒരു ദശകക്കാലം 10 വർഷക്കാലം കേവലമായ വോട്ടുകളുടെ വ്യത്യാസത്തിൽ, തലനാരിഴ വ്യത്യാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട നിയോജക മണ്ഡലമാണ് ചവറ നിയമസഭാ നിയോജക മണ്ഡലം. 100-ലധികം സീറ്റ് വാങ്ങി ജയിക്കുമെന്ന് പറയുമ്പോ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളം വീണ്ടെടുക്കാനുള്ള അതിശക്തമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തിക്കുമ്പോ ചവറ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഇരുമെയ്യും പറന്ന് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടെ ചവറ നിയമസഭാ നിയോജക മണ്ഡലം ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാൻ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നില്ല. വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഔപചാരികമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അറിവോടുകൂടി തന്നെ ഞങ്ങൾ ഔപചാരികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദീർഘകാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന വികസനോന്മുഖ വിഷയങ്ങളിൽ ഉജ്ജ്വലമായ പ്രവർത്തനം 5 വർഷക്കാലം മന്ത്രിയായിരുന്ന ഘട്ടത്തിലും അതിനു മുമ്പ് നിയമസഭാംഗമായിരുന്ന ഘട്ടത്തിലും ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ അത്യുജ്വലമായ വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ ബെന്നി ബെഹനാൻ സൂചിപ്പിച്ചതുപോലെ 1/2 നൂറ്റാണ്ട് കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച, ഈ നിയോജക മണ്ഡലത്തിനൂടും പാവം നെയ്ത കരിമണൽ തൊഴിലാളികളുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെയും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കരിമണലിന്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട സഖാവ് ബേബി സാറിന്റെ മകൻ, RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോണാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളത് അഭിമാനബോധത്തോടുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഒരു ദശകക്കാലം, 10 വർഷക്കാലം ചവറയെ സംബന്ധിച്ചിടത്തോളം പാഴായ 10 വർഷക്കാലം, വൃഥാവിലായ 10 വർഷക്കാലം, വികസനോന്മുഖ രംഗത്ത് പൂർണ്ണ മുരടിപ്പ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായും മാന്ദ്യം. ഈ നാടിന്റെ പ്രവർത്തനങ്ങൾ 10 വർഷം ഞങ്ങൾ നിയമസഭയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചവറയുടെ ശബ്ദം ഇന്നലകളിൽ സഖാവ് ബേബി സാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നപ്പോഴും, സഖാവ് ഷിബു 10 വർഷക്കാലം പ്രതിനിധീകരിച്ചിരുന്നപ്പോഴും, 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരമുണ്ടായപ്പോഴും കേരള നിയമസഭയിൽ ചവറയുടെ പ്രതിനിധിയുടെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങിക്കേട്ടിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നാട്ടിലെ കരിമണൽ തൊഴിലാളികൾ, KMML-ഉം IRE-യും ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളടക്കം നിരവധിയായ ജനകീയ പ്രശ്നങ്ങളുള്ള ഈ നിയോജക മണ്ഡലത്തിന്റെ ശബ്ദം, ജനങ്ങളുടെ ശബ്ദം നിർഭാഗ്യവശാൽ നിയമസഭയിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. വികസനോന്മുഖ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിശദാംശങ്ങൾ പറയാൻ സമയമില്ല, ജാഥ ക്യാപ്റ്റൻ സംസാരിക്കാറുണ്ട്. പൂർത്തീകരിച്ച് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിച്ച പദ്ധതികൾ പോലും അതുപോലും ഫലപ്രദമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, പിടിപ്പുകേടിന്റെയും കെടുകാര്യസ്ഥതയുടെയും പാഴായ 10 വർഷങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ ചവറ നിയോജക മണ്ഡലത്തെ അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തിരിച്ചുവരവിന് അവസരമൊരുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സഖാവ് ഷിബു ബേബി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കമായി കൂടി ഈ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പുതുയുഗയാത്ര മാറി തീർന്നിരിക്കുന്നു എന്ന് അഭിമാനബോധത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ അത്യുജ്വലമായ തീഷ്ണമായ ജനകീയ പോരാട്ടത്തിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം. അതിന് പ്രചോദിതമായി കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയ രംഗത്ത് വേറിട്ട ശബ്ദം, നിലപാടുകളുടെ കാര്യത്തിൽ കർക്കശം, കാര്യങ്ങളിൽ നയപരമായ കാര്യങ്ങളിൽ കൃത്യത, വ്യക്തത, ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്, വീക്ഷണം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറുന്ന കേരളത്തിന് നായകത്വം വഹിക്കാൻ പര്യാപ്തമായ സന്ദേശം കേരള സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പുതുയുഗ യാത്രയുടെ നായകൻ, പുതുയുഗ നായകൻ, നിലപാടുകളുടെ രാജകുമാരൻ എന്ന വിശേഷണത്തിന് മലയാളം കേരളക്കര ഇതിനകം തന്നെ അംഗീകാരം നൽകിയ പ്രിയപ്പെട്ട ശ്രീ VD സതീശനെയും ജാഥാംഗങ്ങളെയും ഒരിക്കൽ കൂടി ഹാർദമായി ചവറയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് ഷിബു ബേബി ജോണിന്റെ അത്യുജ്വലമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വിജയത്തിന് നാന്ദി കുറിക്കുന്നതിന് ഈ സംരംഭം സഹായകരമായി തീരട്ടെ എന്ന് ആവർത്തിച്ച് പ്രത്യാശിച്ച് ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്താൻ ചുട്ടുപൊള്ളുന്ന കുംഭമാസത്തിലെ ഈ ചൂടിനെ പോലും തൃണമൽ ഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മുന്നണി പ്രവർത്തകരെയും മുന്നണിക്ക് വേണ്ടി, ജാഥയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. ബഹുമാന്യരെ, നമ്മുടെ പുതുയുഗ ചവറയെ വാർത്തെടുക്കുവാൻ വിഷൻ ചവറയുടെ ലോഗോ പ്രകാശനം നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും. അദ്ദേഹത്തിനെ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി UDFൻ്റെ കൺവീനർ ശ്രീ ജസ്റ്റിൻ ജോണിനെ ക്ഷണിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കൊല്ലത്ത് വേണുഗോപാൽ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ ജനകീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, ചവറയെ സംബന്ധിച്ചിടത്തോളം, കരിമണലിൻ്റെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ചവറ കണ്ടിട്ടുള്ള അത്യുജ്വലമായ ഒരു രാഷ്ട്രീയ സമ്മേളനമായി ഈ പുതുയുഗ യാത്ര മാറുകയാണ്. ഈ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇതിന് നേതൃപരമായ, സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ ഇതിന് നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഈ ചവറ നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ കോലത്ത് വേണുഗോപാൽ അവരുകളെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ പ്രതിപക്ഷ ഇവിടെ സന്നിഹിതരായിട്ടുള്ള RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൊല്ലത്തിന്റെ MP സഖാവ് NK പ്രേമചന്ദ്രൻ, പ്രിയപ്പെട്ട MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ശ്രീ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ ശ്രീ TV ഇബ്രാഹിം MLA, അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ G ദേവരാജൻ, സഖാവ് CP ജോൺ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് സാർ, ശ്രീ KC രായൻ ചേട്ടൻ, RSPയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KS വേണുഗോപാൽ ഉൾപ്പെടെ ഒട്ടനവധി KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജർമിയ, ശ്രീ സൂരജ് രവി, പ്രിയപ്പെട്ട ശ്രീ സൈമൺ അലക്സ് ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കന്മാർ, ശ്രീ MM നസീർ ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, UDFന്റെ ജില്ലാ കൺവീനർ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ CMBയുടെയും JSSന്റെയും കേരള കോൺഗ്രസിന്റെയും അടക്കം വിവിധ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും ഐക്യ ജനാധിപത്യ മുന്നണി ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി, ഈ പുതുയുഗ യാത്രാ സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട ഈ ജാഥയുടെ നായകൻ, നമുക്ക് മുഖവരെ ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട നിലപാടുകളുടെ, നേരത്തെ സൂചിപ്പിച്ച നിലപാടുകളുടെ രാജകുമാരൻ, കേരളത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി
നയിക്കുവാൻ വേണ്ടി ഒരു വിഷൻ അടക്കം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ജാഥയുമായി കേരളത്തിലെ ആകമാനം ജില്ലകൾ കടന്ന് ഇന്ന് കൊല്ലം ജില്ലയിൽ ഈ കരിമണലിന്റെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവറുകളെ ഈ നാട്ടിലേക്ക്, ചവറയുടെ മണ്ണിലേക്ക്, കരിമണലിന്റെ നാട്ടിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ കൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങളുടെ പേരിൽ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യരെ, പുതിയുഗ യാത്രയോട് അനുബന്ധിച്ച് പുതിയുഗ ചവറ വാർത്തെടുക്കാൻ വിഷൻ ചവറയുടെ ലോഗോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പായി നമ്മുടെ എല്ലാം ആരാധ്യനും പ്രിയങ്കരനുമായ ചവറയുടെ നായകൻ ശ്രീ ഷുബു ബേബി ജോൺ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കൊല്ലത്ത് വേണുഗോപാൽ, ഈ ജാഥയുടെ നായകൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, എത്രയും പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നത് ഔചിത്യമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന് മുതിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഏകദേശം 30 വർഷക്കാലമായി എല്ലാ ജാഥകളിലും, UDFിൻ്റെ എല്ലാ ജാഥകളിലും പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ്. RSPയുടെ തനതായ ജാഥകളിൽ പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ ഈ ജാഥയുടെ ജനപങ്കാളിത്തത്തെക്കുറിച്ച് സഖാവ് NK പ്രേമേന്ദ്രൻ അടക്കം ഇവിടെ പരാമർശിച്ചപ്പോൾ ഈ ജാഥയുടെ വ്യത്യസ്തത എന്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ജാഥകളും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിചാരണ നടത്തിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നെങ്കിൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, നാളത്തെ കേരളം എന്തായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കീഴിലേക്കൂടെ കടന്നു വന്നിരിക്കുന്നത്. അനേക പദ്ധതികൾ, സമയക്കുറവ് കാരണം അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ സതീശനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ശരി തെറ്റ് ആപേക്ഷികമാണ്. പക്ഷേ നാടിൻ്റെ പൊതുശരി എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് എതിർപ്പുകൾ പലതും നേരിടേണ്ടി വരും, പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ അവിടെ ഉറച്ചു നിൽക്കുന്നതാണ് ഇന്ന് കേരളം ആഗ്രഹിക്കുന്ന ഒരു നേതാവിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ദീർഘമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം ഒന്നും പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഡിസംബർ 13-ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നു. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം എത്തുന്നു. തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എന്ത് അസംബന്ധവും വിളിച്ചു പറയും, മലയാളി അതങ്ങ് വിഴുങ്ങുമെന്ന കാഴ്ചപ്പാടിൽ CPM നേതൃത്വം, ഭരണ നേതൃത്വം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ദേശാഭിമാനി വായിച്ച് അത് മൊത്തം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നായിരിക്കാം കേരളത്തിൽ. പക്ഷേ ഇന്നതല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും അവർക്ക് ശരി തെറ്റിനെക്കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള വിവേചന ബുദ്ധിയുണ്ട്. അതനുസരിച്ചാണ് നീങ്ങുന്നത്. ഈ ജാഥ കടന്നു വരുന്ന സമയത്ത് തന്നെയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെ ഒരു ജാഥയും വടക്കേ കേരളത്തിൽ നടന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം തന്നെ അറിയാം. ആരേലും CPMകാർ ഇന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറുപടി പറ. എന്താണ് അങ്ങേര് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. CPMകാരായിട്ടുള്ള നിങ്ങൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഐസ് കെട്ട വായിലിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളി എന്തോ ചെയ്യും, എന്തേലും മനസ്സിലാവും. ആ നിലയിലേക്കാണ്
മാത്രവുമല്ല എന്ത് കുപ്രചരണങ്ങളും ഏറ്റവും ഒടുവിൽ വീണ ജോർജുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ആ കുട്ടികൾ 7 അയലത്ത് ചെന്നിട്ടില്ല, എന്നിട്ട് അസുഖമായി, പ്രശ്നമായി, ആശുപത്രിവാസമായി, വെളുപ്പാങ്കാലത്ത് ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ പരിശോധിച്ച ഡോക്ടർമാരുടെ ലിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് 2, ഓർത്തോപീഡീഷ്യനുണ്ട്, ജനറൽ സർജനുണ്ട്, ഫിസിഷ്യനുണ്ട്, എല്ലാം. ഞാൻ നോക്കിയപ്പോൾ സൈക്യാട്രിസ്റ്റ് മാത്രമില്ല. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രോഗം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായേനെ. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവരെ അവിശ്വസിക്കുന്നില്ല. അവരുടെ കഴുത്തിന് പിടിച്ച് KSU കുട്ടികൾ കഴുത്തിന് പിടിച്ചിട്ടില്ല. പിന്നെ അവർക്ക് പെടലിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് കഴുത്തിന് പിടിച്ചത് എന്ന് കേരളത്തിന് അറിയാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റുള്ള ഒന്നിലേക്കും കടക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചില്ല. പക്ഷേ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് NK പ്രേമേന്ദ്രൻ ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് ഈ വേദിയിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് 1-2 കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഏറെ അപവാദ പ്രചരണങ്ങൾ നേരിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെത്തിയത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്കറിയില്ല, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്നപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നുള്ള പ്രചരണം പോലും ഈ നാട്ടിൽ വിട്ടത്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോഴും അപവാദ പ്രചരണങ്ങളെ അതിജീവിച്ച് തന്നെയാണ്. എനിക്ക് അഭിമാനബോധത്തോടുകൂടി പറയാം, ചവറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇതുവരെ വന്നത് എൻ്റെ ബന്ധുബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ സമുദായ നേതാക്കന്മാരുടെയോ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നെ ഇതൊക്കെ തരണം ചെയ്യാൻ ഇന്നുവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കരുത്തും സ്നേഹവും ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചവറയിൽ നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. സഖാവ് പ്രേമേന്ദ്രൻ പറഞ്ഞു കരിമണൽ തൊഴിലാളികളുടെ അടക്കം വിഷയം. കരിമണൽ തൊഴിലാളികൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വ്യവസായ വകുപ്പ് മന്ത്രി ചവറയിലേക്ക് വന്ന് ഒരു ഉദ്ഘാടനം നടത്തി. അതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കുടുംബങ്ങൾ അവരുടെ വീടും വസ്തുവും ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആ കുടുംബങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഇരുന്നിട്ട് മതി കാല് നീട്ടുന്നു എന്നൊരു പ്രസ്താവന നടത്തിയത്, അത് ചവറയുടെ പാരമ്പര്യം അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ പോയതുകൊണ്ടാണ്, അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഇവിടുത്തെ ജനപ്രതിനിധി തയ്യാറാകാഞ്ഞതുകൊണ്ടാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ഗവൺമെൻറ് അവസാന കാലയളവിൽ വന്നപ്പോൾ സമസ്ത മേഖലയും അസംതൃപ്തരാണ്. കഴിഞ്ഞ 1 മാസക്കാലമായി ഒരു വിഭാഗം മാത്രം അല്പസംതൃപ്തിയിലാണ്, ഈ കല്ല് കച്ചവടം നടത്തുന്നത്. കാരണം കല്ലിടിയിലിൻ്റെ ഒരു ഘോഷയാത്രയാണ് കേരളത്തിലും, പ്രത്യേകിച്ച് ചവറയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. സാധാരണ കല്ല് കൊത്താനുണ്ടോ അങ്ങോട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ കല്ല് കൊത്തുന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള 2 ആഴ്ചക്കാലമായിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നടക്കുന്ന പ്രവർത്തനം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ടറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ 10 വർഷത്തിനിടയിൽ ചവറയിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കി മാറ്റേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക്, കരിമണലിൻ്റെ നാട്ടിലേക്ക്, ചവറ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഒന്നിലേക്ക് കടന്നു വന്ന സഖാവ് VD സതീശനെ നിങ്ങൾക്കേവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം ചവറയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടത്തി. അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു രേഖ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായി അതിൻ്റെ ഒരു രേഖയുടെ ഒരു ഔപചാരികമായ പ്രസിദ്ധീകരണം ഇവിടെ നടത്തുന്നതാണ്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.
ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ കോലത്ത് വേണുചേട്ടൻ, നമ്മുടെ ജനകീയനായ പ്രിയങ്കരനായ നമ്മുടെ MP, പ്രിയങ്കരനായ ശ്രീ NK പ്രേമചന്ദ്രൻ, RSPയുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ സ്ഥാനാർത്ഥിയുമായ എൻ്റെ ആത്മമിത്രം ശ്രീ ഷിബു ബേബി ജോൺ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ ദേവരാജൻ, ശ്രീ KC രാജൻ, ശ്രീ TV ഇബ്രാഹിം, പ്രിയപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ സുരേഷ് ബാബു ചേട്ടൻ, ശ്രീ ജർമിയാസ് ഉൾപ്പെടെ വേദിയിലും ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ചവറയുടെ മണ്ണിലേക്ക് പുതുയുഗ യാത്ര എത്തിയിരിക്കുക. ഞാൻ നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന, കേരള രാഷ്ട്രീയത്തിൽ അതുല്യനായിരുന്ന, പ്രിയങ്കരനായിരുന്ന ബേബി ജോൺ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കും. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നെഞ്ചിലേറ്റിയുള്ളൊരു യാത്രയാണ്. അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഒരു യാത്രയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഈ സർക്കാരിൻ്റെ ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാനും ഒരു പുതുയുഗ പിറവിക്കും വേണ്ടിയുള്ള യാത്രയാണ്. നമ്മളത് സാർത്ഥകമാക്കുക തന്നെ ചെയ്യും, സാധ്യതമാക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, കേരളത്തിൻ്റെ സമസ്ത മേഖലകളും തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ സർക്കാർ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ തലയിൽ. എല്ലാ രംഗത്തും ഈ സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി, 12 മാസം. അത് 1ാം സ്ഥാനം പിണറായി വിജയൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. വിലക്കയറ്റത്തിൽ മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല. മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. വൈദ്യുതി ബോർഡ്, ശ്രീ ഷിബു ബേബി ജോണൊക്കെ മന്ത്രിയായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ആ ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിനെ ഈ LDF സർക്കാർ 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 5ാമത് കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, KSRTCയിൽ 47,000 ജീവനക്കാരുണ്ടായിരുന്നു. നമ്മൾ ഭരിക്കുമ്പോൾ 22,000 ആയി. 5,000 ഷെഡ്യൂൾ 2,000 KSRTC തകരുന്നു. വാട്ടർ അതോറിറ്റി കടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. അവരുടെ ക്ഷേമനിധി ഉൾപ്പെടെ 7 ക്ഷേമനിധികൾ തകരുകയാണ് കേരളത്തിൽ. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി. എന്നിട്ട് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. എല്ലാം ശരിയാക്കി ഒരു പരുവത്തിലാക്കിയിട്ടാണ് പോകുന്നത്. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ആണോ? നമ്മൾ അധികാരത്തിലേക്ക് വരേണ്ട ഉത്തരവാദിത്തമുള്ള മുന്നണിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി, ഗവേഷണ തുല്യമായ പഠനം നടത്തി, രാജ്യത്തകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം തേടി ഈ രാജ്യത്ത് ഇന്നേ വരെ ഒരു പ്രസ്ഥാനവും വരാത്ത തയ്യാറെടുപ്പോടെ, സമഗ്രമായ പദ്ധതികളോടെ ഭാവി കേരളം എന്തായിരിക്കണമെന്ന് ചിട്ടപ്പെടുത്തി സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF വരുന്നത്. ഇവര് തകർത്തെറിഞ്ഞ ഈ സമ്പദ് വ്യവസ്ഥ നമ്മളതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ്, തന്ത്രപൂർവമായ നികുതി ഭരണം,
ഖജനാവിൻ്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നടപടികൾ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ധാരാളം പദ്ധതികൾ, അതിലൂടെ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിൻ്റെ ഖജനാവിൽ UDF സർക്കാർ പണം കൊണ്ട് നിറയ്ക്കും. ആ പണം നിറയുമ്പോൾ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഇടത്തരക്കാരനെയും ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റി, അവൻ്റെ കണ്ണീരൊപ്പി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റും. നമ്മൾ പറഞ്ഞു 1.5 കൊല്ലം മുമ്പ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഇപ്പം ആളുകൾക്ക് സംശയം വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണെന്നുള്ളത്. ആ സ്ഥിതിയിലായി അല്ലേ? ഞാൻ പറയണ്ടല്ലോ, ആരോഗ്യ കേരളത്തിൽ നടക്കുന്നത് കേരളം മുഴുവൻ അടിവരയിട്ടത് ശരിവെച്ചു പ്രതിപക്ഷം പറഞ്ഞത്. എന്നിട്ട് അതും മറയ്ക്കാൻ വേണ്ടി കണ്ണൂരിൽ നടത്തിയ നാടകം എന്താണ്? എന്തൊരു നാടകമാണ് നടത്തിയത്. എന്നിട്ട് കുട്ടികളെ പിടിച്ചു വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞു ചെവിയിൽ നുള്ളിക്കോ, ചെവിയിൽ നുള്ളിക്കോ. നമ്മുടെ കുട്ടികൾക്കെതിരായി കള്ളക്കേസെടുത്തവർ ചെവിയിൽ നുള്ളിക്കോ. അവർ കള്ളക്കഥകൾ ഉണ്ടാക്കി നാട് മുഴുവൻ കലാപം അഴിച്ചു വിടുകയാണ്. എന്തൊരു അഭിനയമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ. ഞാൻ ഇവരെ കേട്ട് തർക്കത്തിലായി. ഇവർ പലരും പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച അഭിനയത്തിനുള്ള ഉർവശി അവാർഡ് കൊടുക്കണോ. ഞാൻ സമ്മതിച്ചില്ല, ഇത് ശരിയല്ല. ഓസ്കാർ അവാർഡിന് ശുപാർശയാണ് അവർ പറഞ്ഞവിടെ ഇരുന്നു. അത് അത്ര ഗംഭീരമായ അഭിനയമാണ്. ആ MP ഗോവിന്ദം എന്ന് പറഞ്ഞ കേട്ടില്ലേ? ആരോഗ്യമന്ത്രിയുടെ പെടലി പിടിച്ച് തിരിച്ചു കേസുകാർ, കൈ പിടിച്ച് ഒടിച്ചു. ഇതുപോലെ പച്ചക്കള്ളം പറയണവരാണ് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ പരിഹാസപാത്രമായി കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അവർ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ കേരളത്തെ UDF ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും. നമ്മൾ ആരോഗ്യ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ നടപ്പാക്കും. ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി ഈ കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കും കേരളത്തെ. നമ്മുടെ കുട്ടികൾ അവർ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾക്ക് പോകുന്നു. UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും UK-യിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവരവിടെ പഠിക്കും. പഠിച്ച് പുറത്തു വന്നാൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ള തൊഴിൽ സമഗ്രമായ തൊഴിൽ സംരംഭ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുക. തീരപ്രദേശത്ത് 600 കിലോമീറ്റർ കടലാണ്, 2 വൻകിട അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, എല്ലാത്തിനെയും സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് നമ്മൾ ആരംഭിക്കും. ഈ തെരുവിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% 4/1 ചെലവിൽ കടലിലൂടെ പോകും. ഈ റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിശദമായ ടൂറിസം പ്രോജക്റ്റ്. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളമൊട്ടാകെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള UDF-ന്റെ സ്വപ്ന പദ്ധതി. ഞാൻ പറയുന്നു, ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിലെ 1/3 തൊഴിലവസരങ്ങൾ തീരപ്രദേശത്തെ പാവപ്പെട്ടവരുടെ മക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്യും. അത് തീരദേശത്ത് ജീവിക്കുന്നവരുടെ പദ്ധതിയാക്കി അതിനെ മാറ്റും. ഞാൻ എല്ലാ പദ്ധതികളെയും കുറിച്ച് സമയം വൈകിയതുകൊണ്ട് പറയുന്നില്ല. ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും, അവർ വരുന്നത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ്. നിങ്ങൾക്ക് വാക്ക് തരുന്നു UDF, കേരളം ഇനി പുറകിലേക്ക് നടക്കില്ല. നമ്മുടെ കേരളം ഇനി മുൻപിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. ഇവിടെ വർഗീയതയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. വർഗീയത ചർച്ച ചെയ്ത് ആളുകളെ ഭിന്നിപ്പിക്കാനും അവർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ആളുകളെ ഭിന്നിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ അതേ രാഷ്ട്രീയം CPM പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊള്ളുന്നു. ദൗർഭാഗ്യകരമാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ BJP-യോടൊപ്പം
വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് CPM തീപ്പന്തമാണ് എറിഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, ആ തീ കെടുത്താനുള്ള ആർജവം ഇപ്പോൾ കേരളത്തിലെ UDF-നുണ്ട്. ഒരാളും കേരളത്തിൽ വർഗീയത പറയണ്ട, ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട. ഏത് കൊലകൊമ്പൻ വന്ന് വർഗീയത പറഞ്ഞാലും UDF അതിനെ എതിർക്കും. അതാണ് നിലപാട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ പേടിപ്പിക്കാൻ വരണ്ട. വോട്ട് ബാങ്ക് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ചിലർ വരും, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയാൻ നിൽക്കരുത് എന്ന് പറയാനുള്ള ശക്തി ഇന്നത്തെ UDF-നുണ്ട്. മതേതര കേരളം ആഗ്രഹിക്കുന്നത് ഈ മതേതര നിലപാടാണ്. അവരവരുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം അഭിമാനത്തോടെ ഇതാണ് ഞങ്ങളുടെ മതേതര കേരളമെന്ന് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. CPM എങ്ങോട്ടാ പോകുന്നത്? മോഷ്ടിച്ച് കൊള്ള ചെയ്ത് അമ്പലത്തിൽ വരെ കട്ട്. ഇപ്പൊ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ കക്കുക. സ്വന്തം രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ഇപ്പോൾ CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ. ബമ്പർ ശബരിമല ചെയ്ത കണ്ടില്ലേ? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക അല്ലേ? സ്വർണം മാത്രമാണോ കട്ടത്? ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM-കാർ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു, കോടികൾ വാങ്ങിച്ചു. എന്നിട്ട് ഈ കള്ളന്മാർ അതിൻ്റെ വ്യാജ മോൾഡുണ്ടാക്കി ചെമ്പിൽ. അതുകൊണ്ടാണ് വെച്ചിരിക്കുക അവിടെ. കോടതി പറയാണ് 2019 ഇവരിത് കട്ടു. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുക വീണ്ടും പൂശണമെന്ന്. എന്നുവെച്ചാൽ വീണ്ടും കക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. കോടതി പിടിച്ചു. ഞാനെപ്പോഴും എല്ലാവരോടും പറഞ്ഞു, അയ്യപ്പനാണ് ഇടപെട്ടത്. ഇല്ലേ, അയ്യപ്പൻ അറിയാം. അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയെ. അതിനുശേഷം ആഗോള അയ്യപ്പ സംഗമം. പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ഞെട്ടിപ്പോയി എല്ലാവരും. കഴിഞ്ഞ ആഴ്ചയാണ് മനസ്സിലായത്. എൻ്റെ കണക്ക് വെച്ചപ്പോൾ ചേരണില്ല കണക്ക്. 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവ് എത്രയെന്നറിയോ? 12 കോടി. ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി. ഓഡിറ്റുകാർ 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ കണക്കാണ്. 3000 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഉച്ചയ്ക്ക് 4000 പേർക്ക് ലഞ്ച് കൊടുത്തു, അത്താഴം കൊടുത്തത് 5000 പേർക്ക്, കിടക്ക വരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. ഭജന സംഘം പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല, അവരുടെ പേരിൽ കള്ളക്കണക്ക് എഴുതിയെടുക്കുക. അപ്പം ഞങ്ങളിതേ പ്രേമനോടൊക്കെ പറഞ്ഞു, ഈ കൊല്ലം കോർപ്പറേഷൻ നേരത്തെ ഭരിച്ചിരുന്നത് ഇപ്പോൾ നമ്മളാ CPM-ആണ്. അപ്പോൾ അവരൊരു ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നതിന് കണക്കുണ്ടാക്കി. കുതിരയെ കൊണ്ടുവന്നത് വാഹനത്തിലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വാഹനത്തിൻ്റെ വൗച്ചർ എഴുതുമ്പോൾ വാഹനത്തിൻ്റെ നമ്പർ എഴുതണം. കുതിരയെ കൊണ്ടുവന്ന വാഹനം ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയോ? മാരുതി 800. മാരുതി 800-ൽ കുതിരയെ കൊണ്ടുവന്ന വിദ്വാന്മാരാണ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി. ഇപ്പോൾ ഇവർ പ്രഖ്യാപനങ്ങളാണ്. 5 പൈസയില്ല. ഞാൻ പറഞ്ഞല്ലോ, പൂച്ച പെറ്റ് കിടക്കുകയാണ് ഖജനാവിൽ. ചുമ്മാ പ്രഖ്യാപിക്കുകയാണ്, അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പം എല്ലാവരും പറയുകയാണ് പിണറായിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല, ചാക്കിന് കുറച്ചുകൂടി വിലയുണ്ട്. പഴയ ചാക്കാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട്, ഇതൊരു പ്രയോജനമില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ പറയുകയാണ് എല്ലായിടത്തും ബോർഡ് വെച്ചേക്കാണ് ശരിയാക്കിയിട്ടാണ് പോകുന്നത്. കേരളത്തെ തകർത്തിട്ടാണ് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. നമുക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട ചവറ നിയോജക മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചെടുക്കുമോ? അതിൻ്റെ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഉറപ്പ് പറയണം. എല്ലാവരും കൂടി ഒരുമിച്ച് ഉറപ്പ് പറഞ്ഞ് നമ്മുടെ മണ്ഡലമാണ്, ഈ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിൻ്റെ ചുമതല മുഴുവൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് 36 ഡിഗ്രി ചൂടിൽ നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണം ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും.
ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചവറ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരിക്കുന്നു. ബഹുമാന്യനായ ഐക്യജനാധിപത്യ മുന്നണി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ കോലത്ത് വേണുഗോപാൽ ഉപഹാരം നൽകി സ്വീകരിക്കുന്നു. കൺവീനർ ജസ്റ്റിൻ ജോൺ സ്വീകരിക്കുന്നു. പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ആർ ജയകുമാർ സ്വീകരിക്കുന്നു. ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് മേച്ചെഴുത്ത് ഗിരീഷ് കുമാർ സ്വീകരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ആർ അരുൺരാജ് സ്വീകരിക്കുന്നു. DCC ജനറൽ സെക്രട്ടറിമാർ സന്തോഷ് തുപ്പാശ്ശേരി, ചക്കനാൽ സനൽകുമാർ, അഡ്വക്കേറ്റ് സേതുനാഥ പിള്ള, അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, യൂസഫ് കുഞ്ഞ് സ്വീകരിക്കുന്നു. തങ്കച്ചി പ്രഭാകരൻ സ്വീകരിക്കുന്നു. കോഞ്ചേരിൽ ഷംസുദ്ദീൻ സ്വീകരിക്കുന്നു. ചവറ ഗോപകുമാർ സ്വീകരിക്കുന്നു. ജെയിൻ ആൻസിൽ സ്വീകരിക്കുന്നു. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സാലി, RSP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വാഴയിൽ അസീസ്, കോക്കാട്ട് റഹീം, CP സുധീഷ് കുമാർ, സക്കീർ ഹുസൈൻ, C ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി MA കബീർ സ്വീകരിക്കുന്നു. കിണറുവിള സലാഹുദ്ദീൻ സ്വീകരിക്കുന്നു. ഇഷാം സംസം സ്വീകരിക്കുന്നു. പണിക്കത്ത് സലാം, MA അൻവർ, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിനു മംഗലത്ത്, ശ്രീ ബാബുജി പട്ടത്താനം, ശ്രീ SF യേശുനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ് സ്വീകരിക്കുന്നു. തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് സ്വീകരിക്കുന്നു. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് ശിവലാൽ സ്വീകരിക്കുന്നു. ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി സ്വീകരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് എസ് സ്വീകരിക്കുന്നു. CMB ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് സ്വീകരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി സ്വീകരിക്കുന്നു. നീണ്ടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ മേരി കോളിൻ സ്വീകരിക്കുന്നു. തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ജേക്കബ് സ്വീകരിക്കുന്നു. പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ സ്വീകരിക്കുന്നു. തേവലക്കര നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് സ്വീകരിക്കുന്നു. വടക്കുന്തല മണ്ഡലം പ്രസിഡന്റ് നിഷ സുനീഷ് സ്വീകരിക്കുന്നു. തേവലക്കര സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ശിവപ്രസാദ് സ്വീകരിക്കുന്നു. തെക്കുംഭാഗം മണ്ഡലം പ്രസിഡന്റ് DK അനിൽകുമാർ സ്വീകരിക്കുന്നു. RSP ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ മോഹനൻ പിള്ള സ്വീകരിക്കുന്നു. താജ് പോരൂക്കര സ്വീകരിക്കുന്നു. ദിവാകരൻ പിള്ള സ്വീകരിക്കുന്നു. സുരേന്ദ്രൻ സ്വീകരിക്കുന്നു. അനിൽകുമാർ തെക്കുംഭാഗം സ്വീകരിക്കുന്നു. ചവറ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് കിഷോർ അമ്പിലാക്കര സ്വീകരിക്കുന്നു. ചവറ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PR ജയപ്രകാശ് സ്വീകരിക്കുന്നു. നീണ്ടകര മണ്ഡലം പ്രസിഡന്റ് പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ സ്വീകരിക്കുന്നു. ശക്തികുളങ്ങര നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് സ്വീകരിക്കുന്നു. ചവറ സൗത്ത് മണ്ഡലം പ്രസിഡന്റ് സച്ചു യേശുദാസ് സ്വീകരിക്കുന്നു. വാര്യത്ത് മോഹൻകുമാർ സ്വീകരിക്കുന്നു. RSP ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ശ്രീകുമാർ പന്താവിള, സുനിൽകുമാർ, സാബു നടരാജൻ, ചെങ്കുളം ശശി സ്വീകരിക്കുന്നു. സേവാദൾ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വേലായുധംകുട്ടി സ്വീകരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് ചവറ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ആറ്റൂർ ഷാജഹാൻ സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളായ UDFന്റെ പഞ്ചായത്ത് തല നേതാക്കന്മാർ ബഷീർ കുഞ്ഞ് സ്വീകരിക്കുന്നു. ചന്ദ്രശേഖരൻ സ്വീകരിക്കുന്നു. നൈസാം കണ്ണമത്ത് സ്വീകരിക്കുന്നു. ജയചന്ദ്രൻ സ്വീകരിക്കുന്നു. MB ശ്രീകുമാർ, യൂസഫ്, മോഹൻ ഗോയിപ്പുറം, ഷാഹുൽ ഹമീദ്, ഷിഹാബുദ്ദീൻ, DK അനില്, ദിലീപ് കൊട്ടാരം, വിജയകുമാർ, സുഭാഷ്, കിടങ്ങിൽ സന്തോഷ്, പുഷ്പാങ്കദൻ, കാവനാട് നാസർ, രാമാനുജൻ പിള്ള, രാജ്മോഹൻ, NG അസോസിയേഷൻ നേതാവ് ചവറ ജയകുമാർ സ്വീകരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അനന്തൻ പന്മന സ്വീകരിക്കുന്നു.
ജോയ്മോൻ അരിനെല്ലൂർ സ്വീകരിക്കുന്നു. RYFന് വേണ്ടി മനോജ് പന്താവള സ്വീകരിക്കുന്നു. സിയാദ് സ്വീകരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന് വേണ്ടി റിനോഷ സ്വീകരിക്കുന്നു. അതുൽ SP സ്വീകരിക്കുന്നു. യൂത്ത് ലീഗിന് വേണ്ടി BJPയിൽ നിന്ന് നമ്മുടെ കോൺഗ്രസിലേക്ക് വന്ന മഹിളാ മോർച്ച ചവറ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുചിത്ര പ്രദീപിനും ശക്തികുളങ്ങര സൗത്ത് BJP ജനറൽ സെക്രട്ടറി പ്രദീപിനെയും സ്വീകരിക്കുന്നു. UTUC സംസ്ഥാന ട്രഷറർ മനോജ് മോൻ സ്വീകരിക്കുന്നു. INUCക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജിത്ത് സ്വീകരിക്കുന്നു. STUവിന് വേണ്ടി നഹാസ് സ്വീകരിക്കുന്നു. ഷാഹുൽ ഹമീദ് സ്വീകരിക്കുന്നു. സതീശൻ സ്വീകരിക്കുന്നു. INUC യങ് വർക്കേഴ്സിന് വേണ്ടി കോലത്ത് അനന്തു സ്വീകരിക്കുന്നു. ചവറ ഹരീഷ് കുമാർ സ്വീകരിക്കുന്നു. കർഷക കോൺഗ്രസ് ജില്ലാ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഇളനീർ കുല നൽകി ചവറ മധു, പ്രസന്നപിള്ള, രാധാകൃഷ്ണപിള്ള, മധു പുതുമന, ബിജു, ശിവശങ്കര കുരുക്കൽ, ജയകൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ മെമ്പർ മേരി ചെറിയാൻ സ്വീകരിക്കുന്നു. ശരത്ത് പട്ടത്താനം സ്വീകരിക്കുന്നു. പുതുക്കുളം ഷമീർ സ്വീകരിക്കുന്നു. റിയാസ് ഖാൻ സ്വീകരിക്കുന്നു. മണികണ്ഠൻ സ്വീകരിക്കുന്നു. സീമ തങ്കച്ചി സ്വീകരിക്കുന്നു. തെക്കുംഭാഗം ബാങ്ക് പ്രസിഡന്റ് CR സുരേഷ് സ്വീകരിക്കുന്നു. പ്രഭാകരൻ പിള്ള സ്വീകരിക്കുന്നു. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ അനൂപ് സ്വീകരിക്കുന്നു. ജാക്സൺ സ്വീകരിക്കുന്നു. അനൂപ് പട്ടത്താനം സ്വീകരിക്കുന്നു. സലീം പാലക്കൽ സ്വീകരിക്കുന്നു. റോസ് ആനന്ദ് സ്വീകരിക്കുന്നു. ശംഭു വേണുഗോപാൽ സ്വീകരിക്കുന്നു. ശ്രീ ഗരീബ് കണ്ണാപ്പള്ളി, നിസാം കാരാളി, സിയാദ് കൊട്ടുകാട്, B ഷമീർ എന്നിവർ സ്വീകരിച്ചു. ഹലോ, ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു.